ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ കണ്ടത്. ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റായിരുന്നു നമ്മൾ കണ്ടത്. രാവിലത്തെ SG നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 180 പോയിൻറ്റ്സിൻ്റെ അപ്പിലായിരുന്നു നിന്നിരുന്നത്. അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുക ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയതിനു ശേഷം നല്ല വോളറ്റിലിറ്റി കൊടുത്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയത്. നോക്കുകയാണെങ്കിൽ 8529 മാർക്കറ്റ് ഓപ്പൺ ആയി, 8678 വരെ മാർക്കറ്റ് പോയി. ലോ നോക്കുകയാണെങ്കിൽ 8358, ക്ലോസിംഗ് പ്രൈസ് 8597. പിന്നെ പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിനെ മൂവ് ചെയ്തത് എനർജി സ്റ്റോക്സുകളായിരുന്നു. അതിന് പുറകെ നോക്കുകയാണെങ്കിൽ FMCG സെക്ടറിൽ നിന്നും മെറ്റൽ അതുപോലെ തന്നെ IT, ഫാർമ ഈ ഒരു സെക്ടറിൽ നിന്നും മാർക്കറ്റിനെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്കുകൾ. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവിലാണ് കാണിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് 300 പോയിൻറ്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത് എന്നുള്ളതും ഒരു അപ്ഡേറ്റ് ആണ്. പിന്നെ നമ്മൾ ഈ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് കൺസോളിഡേഷൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ കൺസോളിഡേഷൻ ആകുമോ എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനിയിപ്പം പ്രധാനമായിട്ടും നമുക്കറിയേണ്ടത് കൊറോണയെ പറ്റിയുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ചൈന അവർ റിക്കവറായി, അതേ തുടർന്ന് അവരുടെ ബിസിനസ് എല്ലാം റെസ്യൂം ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് വന്നതിനെ തുടർന്ന് മാർക്കറ്റിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് കാണുന്നുണ്ട് അതിന്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൊറോണയെ പറ്റി ഒരു പോസിറ്റീവ് ന്യൂസ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസിനെയും അതേ തുടർന്ന് ഇതുപോലെ തന്നെ ചാർട്ടുകളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, മാർക്കറ്റ് എങ്ങനെ ഇനി മൂവ് ആകുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ അടുത്തൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8600 എന്നുള്ളൊരു പോയിൻ്റാണ്. 8600, പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ 9000, 9100. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് കളിക്കുമോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 8100-ലും 7500-ലാണ് അടുത്ത സപ്പോർട്ടുകൾ നിൽക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് കുറച്ച് കാലം മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ MD അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റിസഷനിലേക്കാണ്, അല്ലെങ്കിൽ ഒരു റിസഷനിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ഒരു ഫുൾ ലെൻഡിങ് കപ്പാസിറ്റി മാർക്കറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്, അതായത് ഏകദേശം $1 ട്രില്യൺ അതാണ് അവരുടെ ലെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിസഷനെ ഓവർകം ചെയ്യാനായിട്ട് അത് ഫുള്ളായിട്ട് ലെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഒരു റിസഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ അവരും ഒരു അപ്ഡേറ്റ് കൊടുത്തു. പക്ഷേ ഇതിൽ ഒരു ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു ആശ്വസിക്കാവുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസഷനിൽ ഇന്ത്യയും ചൈനയും പാർട്ടാകാൻ സാധ്യതകൾ കുറവാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനുള്ള റീസൺ എന്താണെന്ന് മാത്രം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ന്യൂസുകൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അപ്പം ഇതിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു $2.5 ട്രില്യൺ ഒരു റെസ്ക്യൂ പാക്കേജ് ആവശ്യമായി വരും ഈ ഒരു എല്ലാ കൺട്രികൾക്കും ചേർത്ത് എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഓയിൽ പ്രൈസ് ഇന്ന് ചെറിയൊരു അപ്പ് ട്രെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് 18 ഇയേഴ്സ് ലോയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഒരു പോസിറ്റീവ് മൂവ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ പ്രൈസ് ഇത്രയും ഡൗൺ ആയതിനെ തുടർന്ന് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റ് പുടിനും അവർ രണ്ടുപേരും ഒരു മീറ്റിങ്ങിന് തയ്യാറായി, അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വെക്കാം എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസിന് ഇന്നൊരു അപ്പ് ട്രെൻഡ് കാണിച്ചിരുന്നു. പക്ഷേ സ്റ്റിൽ ഇത് നോക്കുവാണെങ്കിൽ 18 ഇയേഴ്സ് ലോയിലാണ് നിൽക്കുന്നത്. അതേ തുടർന്ന് ഇന്ന് ഓയിൽ സ്റ്റോക്കുകൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു അപ്പ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്കുകൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അപ്പ് മൂവ് ആയിരുന്നു കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി HPCLനും BPCLനും ഒരു ബുള്ളിഷ് റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ സ്റ്റോക്കുകളും നമ്മൾ പറഞ്ഞു ഇന്ന് മാർക്കറ്റിന് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. മെറ്റൽ സ്റ്റോക്കുകൾ പ്രധാനമായിട്ടും റേസ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് കമ്പനികൾ അവരുടെ ഫാക്ടറികളൊക്കെ അവരുടെ ഓപ്പറേഷൻ വീണ്ടും റെസ്യൂം ചെയ്തു. ആ ഒരു കൊറോണൻ്റെ ഇമ്പാക്റ്റിൽ നിന്നും അവർ വിമുക്തമായി. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മെറ്റൽ സ്റ്റോക്കുകൾക്കൊക്കെ നല്ല രീതിയിലൊരു ഗുണകരമായിരുന്നു.
അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് അവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ PMI അത് ഇത് നല്ല റെക്കോർഡ് ലോ ആയ 28.9 നിന്ന് തിരിച്ച് 53 എത്തി എന്നുള്ളൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് PMI നോക്കുകയാണെങ്കിൽ 52 വീണ്ടും അത് തിരിച്ചെത്തി എന്നുള്ളത്. അതായത് 35.7 വരെ പോയിരുന്നു, അതിൽ നിന്നും വീണ്ടും തിരിച്ച് 52 എത്തി. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ നോക്കുവാണെങ്കിലും 52 വീണ്ടും അത് ഇൻക്രീസ് ചെയ്തു. അതായത് US മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചന അവർ തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ ഈ റേഞ്ച് ഈ ഒരു ഇതിലുള്ള സ്റ്റോക്കുകൾക്കെല്ലാം ഉപകാരപ്രദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മെറ്റൽ സ്റ്റോക്കുകൾ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ അപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു സ്പൈസ് ജെറ്റിൻ്റെ ഷെയർസിൽ HDFC ഇൻഡസ്ട്രീസ് അവർ ഒരു സ്റ്റേക്കുകൾ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്പൈസ് ജെറ്റിൻ്റെ ഷെയർസ് നോക്കുകയാണെങ്കിൽ 3% അപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ സ്റ്റോക്കുകളെല്ലാം ഇപ്പം നല്ല ഡൗണിലാണ് ഈ കൊറോണയുടെ ഇമ്പാക്റ്റ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രാക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഓരോ കമ്പനികൾ അവരുടെ സ്റ്റേക്കുകൾ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതിനകത്ത് നല്ലൊരു എൻട്രി കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഷെയർസ് നോക്കുകയാണെങ്കിൽ 15% ലോവർ സർക്യൂട്ടിൽ റീച്ചായി. അതായത് കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഉള്ള അവരുടെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മുതൽ 11% ഡൗൺ ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതായത് ഏകദേശം 22,000 കോടിയുടെ ഡൗണാണ് അവരുടെ ഡെപ്പോസിറ്റിലുള്ളത്. പ്രധാനമായിട്ടും അത് ഗവൺമെൻറ് റിലേറ്റഡ് അക്കൗണ്ട്സിൽ നിന്നാണ് കുറവ് വന്നത് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ ഡൗണിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ന്യൂസുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HCL നിന്നൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൊറോണൻ്റെ ഇഷ്യൂ ഒന്നും അവരുടെ ബിസിനസ്സിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആയിട്ടില്ല, അതെല്ലാം നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമ സ്റ്റോക്സ്, അതായത് കാഡില, ഇപ്ക ഇവരുടെയൊക്കെ സ്റ്റോക്കുകൾ ഇന്ന് നല്ലൊരു അപ് ട്രെൻഡ് കാണിച്ചിരുന്നു, നന്നായിട്ട് മുകളിലേക്ക് വന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാന മാനുഫാക്ചറിങ് ആയ അതുപോലെ തന്നെ ഹൈഡ്രോക്സി ക്ലോറോക്വിനൈൻ അതുപോലെ തന്നെ ക്ലോറോക്വിനൈൻ ഇത് രണ്ടും കൊറോണയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതേ തുടർന്ന് US നിന്നും ഇത് എമർജൻസി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതേ തുടർന്ന് ഈ സ്റ്റോക്കുകളും 4 to 9% ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FII അവർ വീണ്ടും നല്ലൊരു വിത്ഡ്രോവലാണ് കാണിച്ചത് ഇന്നലത്തെ ഡാറ്റ പ്രകാരം. 4,360 കോടി അവർ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു നെറ്റ് വിത്ഡ്രോവൽ. DI നോക്കുവാണെങ്കിൽ 3,500 കോടി കൊണ്ടുവന്നിട്ടുമുണ്ട് മാർക്കറ്റിലേക്ക്. അപ്പം FIIയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം മാർക്കറ്റിൽ നിന്ന് എല്ലാ അമൗണ്ടുകളും പിൻവലിച്ചു. പക്ഷേ ഇനി അവർ ബോണ്ട് വഴിയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. അതുപോലെ തന്നെ RBIയിൽ നിന്നും അവർ ഗവൺമെൻറ് കീ ബോണ്ട്സ് എല്ലാം അതിലേക്ക് ബോണ്ട്സ് വഴിയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഒരു 5 years 10 years 30 years അങ്ങനത്തെയുള്ള സെക്യൂരിറ്റീസ് എല്ലാം ബോണ്ട് വഴിയായിട്ട് അവർ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത. അതും പ്രത്യേകിച്ച് നമുക്ക് കൊറോണയെ പറ്റിയുള്ള പോസിറ്റീവ് ന്യൂസ് വരാത്തതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിലൊരു റിവേഴ്സൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോൾ വരുന്ന ന്യൂസുകളും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു പോസിറ്റീവ് ന്യൂസുകളില്ല. ആകപ്പാടെ ചൈനയിൽ നിന്ന് മാത്രമേ ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്കിതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളൊരു ഓവർ പൊസിഷൻസൊക്കെ വാങ്ങുന്നതോ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ നിങ്ങളൊരു സിപ്പ് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിനെ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഒരു ഫ്രഷ് എൻട്രി ഒന്നും ഇപ്പോഴും എടുക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് ഇനി ഒന്ന് അറിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ച കൂടെ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പോഴും നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായ ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ ഏണിങ്സ് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനിയും ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം
അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു സമയം കൂടുതലായിട്ടും ലേണിങ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ലേൺ ചെയ്യാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണിത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ന്യൂസുകൾ കിട്ടുവാണെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.